ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും തൻഷിക് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ്. ഈ ഒരു സ്വീറ്റ് തയ്യാറാക്കിയിരിക്കുന്നത് ചെറുപയർ പരിപ്പ് വെച്ചിട്ടാണ്. ചെറുപയർ പരിപ്പും പിന്നെ നമ്മുടെ വീടുകളിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള വളരെ കുറച്ച് ചേരുവകൾ മാത്രം മതി ഈ ഒരു റെസിപ്പി തയ്യാറാക്കാനായിട്ട്. കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ ഒരു സ്വീറ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് കണ്ടു നോക്കിയാലോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതിനായിട്ട് ആദ്യം തന്നെ ഒരു കുക്കറിലോട്ട് 1 കപ്പ് ചെറുപയർ പരിപ്പിട്ട് കൊടുക്കാം. ചെറുപയർ പരിപ്പ് ആദ്യം നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഡ്രൈ റോസ്റ്റ് ചെയ്താൽ മതി, നെയ്യോ എണ്ണയുടെ ഒന്നും ആവശ്യമില്ല. ആദ്യം നല്ലതുപോലെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ചെറുപയർ പരിപ്പിങ്ങനെ വറുത്തെടുക്കുമ്പോൾ നല്ലൊരു സ്മെല്ല് വരുമല്ലോ, ആ ഒരു സ്മെല്ല് വരുന്നത് വരെ നമുക്കിതുപോലെ ഒന്ന് വറുത്തെടുക്കണം. കരിഞ്ഞു പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. അടുത്ത് തന്നെ നിന്നിട്ട് ഇതുപോലെ നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഇതിപ്പോൾ ഇവിടെ നല്ലൊരു സ്മെല്ലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇത് മതി. നല്ലൊരു ഗോൾഡൻ ലൈറ്റ് ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട്. ഇത് മതി. ഈ സമയത്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ചൂട് പോകാനായിട്ട് മാറ്റി വെക്കണം. ചൂട് നന്നായി പോയതിന് ശേഷം ഇത് നല്ലതുപോലെ ഒന്ന് വാഷ് ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ നമുക്കിത് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതിൻ്റെ ചൂട് പോകാനായിട്ട് മാറ്റി വെക്കാം. ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ശർക്കര പാനി തയ്യാറാക്കണം. അതിനായിട്ട് ഞാനിവിടെ 250 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. അതൊരു പാത്രത്തിലിട്ടിട്ട് അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇനി നമുക്ക് ശർക്കര പാനി ഒന്ന് തയ്യാറാക്കിയെടുക്കണം. ഈ റെസിപ്പി നമുക്ക് പഞ്ചസാര യൂസ് ചെയ്തിട്ടും ചെയ്യാവുന്നതാണ്. ശർക്കര പാനി വെച്ച് തയ്യാറാക്കുമ്പം നല്ലൊരു ട്രഡീഷണൽ ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഇതാ ശർക്കര പാനി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. ഈ സമയം കൊണ്ട് ഞാനിവിടെ ചെറുപയർ പരിപ്പ് നല്ലതുപോലെ തന്നെ കഴുകിയെടുത്തിട്ടുണ്ട്. ഈ കുക്കറിലോട്ട് ഇത് മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഈ ചെറുപയർ പരിപ്പ് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം. നല്ലതുപോലെ വെന്ത് ഉടഞ്ഞാലൊന്നും കുഴപ്പമൊന്നുമില്ല. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് ഈ ചെറുപയർ പരിപ്പൊന്ന് വേവിച്ചെടുക്കാം. നന്നായിട്ട് വെന്ത് ഉടയുന്നത് വരെ വേവിച്ചോളൂ, കുഴപ്പമൊന്നുമില്ല. 2-3 വിസിലൊക്കെ അടിക്കുമ്പോഴേക്കും നല്ലതുപോലെ വെന്ത് കിട്ടുന്നതായിരിക്കും. നമുക്ക് കുക്കർ അടച്ചിട്ട് ഈ ചെറുപയർ പരിപ്പൊന്ന് വേവിച്ചെടുക്കണം. ഈ ചെറുപയർ പരിപ്പൊക്കെ നമ്മൾ ആദ്യം തന്നെ ഇങ്ങനെ വേവിച്ച് വെക്കുകയാണെങ്കിൽ ഈവനിങ് ടൈമിലൊക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ 2 വിസിലടിച്ചിട്ടുണ്ട്. എന്നിട്ട് സ്റ്റീമൊക്കെ പോയതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കാം. എന്നിട്ട് വെന്തിട്ടില്ല എന്നാണെങ്കിൽ 1 വിസിൽ കൂടി അടുപ്പിച്ചാൽ മതി. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ സ്റ്റീമൊക്കെ പോയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അങ്ങനെ കണ്ടല്ലോ, ചെറുപയർ പരിപ്പ് ഇവിടെ നല്ലതുപോലെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം. അപ്പോൾ ഇത് കണ്ടല്ലോ, ഇതിപ്പോൾ ഇവിടെ നല്ലതുപോലെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് മതി. ഇനി നമുക്കിതിവിടെ മാറ്റി വെക്കണം. അടുത്തതായിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഈ ഒരു റെസിപ്പി തയ്യാറാക്കാനായിട്ട് 1/4 കപ്പ് നെയ്യാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അത് കുറച്ചായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ ഞാനിവിടെ 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സ് ചേർത്തിട്ട് ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറാകുന്നതുവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. കാഷ്യൂ നട്ട്സിന് പകരം നിങ്ങളുടെ കയ്യിലുള്ള ഏത് നട്ട്സ് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇനി ഒന്നും ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ കാഷ്യൂ നട്ട്സ് ഇവിടെ നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 3 ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടിയാണ്. അരിപ്പൊടിക്ക് പകരം റവ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. നമ്മുടെ ഈ ഒരു ഹൽവക്ക് ഒരു ബൈൻഡിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. അരിപ്പൊടി ഈ നെയ്യിലൊന്ന് നല്ലതുപോലെ റോസ്റ്റ് ചെയ്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയർ പരിപ്പ് ചേർത്ത് കൊടുക്കാം. ചെറുപയർ പരിപ്പ് കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിപ്പോൾ അത്യാവശ്യം കുറച്ച് വെള്ളമൊക്കെ ഉണ്ട് ഈ ചെറുപയർ പരിപ്പിൽ, അതൊക്കെ ഒന്ന് വറ്റി കിട്ടണം. അതുവരേക്കും നമുക്കിതിങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. വളരെ പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി കിട്ടുന്നതായിരിക്കും. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വെച്ചോളൂ. എന്നിട്ട് നല്ലതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കാം. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഇതിലുള്ള വെള്ളമൊക്കെ വറ്റിയിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് ഡ്രൈ ആയി കിട്ടും. ഇത് നന്നായിട്ട് ഒന്ന് ഡ്രൈ ആയി കിട്ടുമ്പോൾ നമുക്കിതിലോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇത് കണ്ടല്ലോ, ഇതിപ്പോൾ വെള്ളമൊക്കെ വറ്റിയിട്ട് നന്നായിട്ട് തന്നെ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലോട്ട് നമ്മൾ തയ്യാറാക്കി മാറ്റി വെച്ചിരിക്കുന്ന ശർക്കര പാനി ചേർത്ത് കൊടുക്കാം. ശർക്കര പാനി ചേർത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിലോട്ടാക്കി കൊടുക്കണം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഈ ഒരു റെസിപ്പി തയ്യാറാക്കാനായിട്ട് 20 മിനിറ്റാണ് എടുത്തിട്ടുള്ളത്. 15 മുതൽ 20 മിനിറ്റ് എന്തായാലും ആവശ്യമായിട്ട് വരും. മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തോളൂ. അപ്പോൾ നമുക്ക് ആ ഒരു കറക്റ്റ് ടൈമിൽ തന്നെ തയ്യാറായി കിട്ടുന്നതായിരിക്കും. ഇതിപ്പോൾ കുറച്ച് ഡ്രൈ ആയിട്ട് വരുമ്പോൾ നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ആ സമയത്ത് ഇതിലോട്ട് കുറച്ചായിട്ട് നെയ്യ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, മൊത്തത്തിൽ നമ്മൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് 1/4 കപ്പ് നെയ്യാണ്. 1/4 കപ്പ് മുതൽ 1/2 കപ്പ് നെയ്യ് വരെ നിങ്ങൾക്ക് എടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് നെയ്യ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു
സ്വീറ്റ് തയ്യാറാക്കിയിട്ടുള്ളത്, ഈ ഒരു ഹൽവ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ കുറച്ചായിട്ട് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. അപ്പോൾ ഞാൻ ഇതിലേക്കൊരു ഫ്ലേവറിനായിട്ട് കുറച്ച് ഏലക്കായ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2-3 ഏലക്കായ ഇട്ട് കൊടുക്കാം. പിന്നെ ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ള് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഏലക്കായ പൊടിയാനുള്ളതെങ്കിൽ അത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇതിന് മുന്നേ വേറെയും കുറച്ച് ഹൽവകളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് കണ്ടു നോക്കണേ. എന്തായാലും ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ചായിട്ട് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് മറന്നു പോരുത്. നമുക്കിങ്ങനെ ഇളക്കിയെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. ആ സമയത്ത് ഇതിലോട്ട് കുറച്ചായിട്ട് നെയ്യ് ചേർത്തിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുത്താൽ മതി. എത്രത്തോളം നെയ്യ് ചേർക്കുന്നു അത്രത്തോളം റിച്ച് ആയിരിക്കും നമ്മുടെ ഹൽവ. നല്ല ടേസ്റ്റും ഉണ്ടാവും. എന്നിട്ട് ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. നമുക്ക് എളുപ്പത്തിൽ തന്നെ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് കണ്ടല്ലോ, ഇതിപ്പോൾ അത്യാവശ്യം ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ തന്നെ വറ്റിയിട്ട് നന്നായിട്ട് ഡ്രൈ ആയി കിട്ടും. ആ സമയത്ത് വേണം നമ്മളിത് പാത്രത്തിലോട്ട് ഒഴിച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കാനായിട്ട്. അതല്ല, ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്ന ഹൽവ വേണ്ടാന്നാണെങ്കിൽ ഇങ്ങനെ നമ്മൾ ബൗളിലിട്ടിട്ട് കോരി കഴിക്കുമല്ലോ, ആ ടൈപ്പിലുള്ള ഹൽവയാണ് വേണ്ടെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഒരു ചൂടൊക്കെ പോയതിന് ശേഷം ഒരു ബൗളിലോട്ട് ഇട്ടിട്ട് നമുക്ക് സ്പൂൺ യൂസ് ചെയ്തിട്ട് കഴിക്കാവുന്നതാണ്. ഇതിപ്പോൾ കണ്ടല്ലോ, ഇതിപ്പോൾ നല്ലതുപോലെ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് അവസാനമായിട്ട് ഞാൻ കുറച്ചുകൂടി നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നല്ലതുപോലെ അങ്ങനെ ഇളക്കി കൊടുക്കാം. ഈ ഒരു സമയത്താണ് നമ്മൾ പാത്രത്തിലോട്ട് സെറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പരുവത്തിലായിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഇത് കണ്ടല്ലോ, ഇതിപ്പോൾ നന്നായിട്ട് ഇങ്ങനെ മൊരിച്ചെടുത്തിട്ടുണ്ട്. നല്ലതുപോലെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കാം. ഇതിപ്പോൾ ഇങ്ങനെ വശങ്ങളിലൊന്നും ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല. നല്ലതുപോലെ തന്നെ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിതിൽ നിന്ന് ഏലക്കായ എടുത്ത് മാറ്റുന്നുണ്ട്. ഇങ്ങനെ ഏലക്കായ കാണുകയാണെങ്കിൽ അതങ്ങ് എടുത്ത് മാറ്റി കൊടുക്കാം. ഏലക്കായ പൊടിയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് നല്ലതുപോലെ തന്നെ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇത് മതി. ഈ സമയത്ത് ഞാൻ സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ടിത് ചൂടോടുകൂടി തന്നെ നമ്മൾ എണ്ണയൊക്കെ പുരട്ടി വെച്ചിരിക്കുന്ന പാത്രത്തിലോട്ടിട്ടിട്ട് സെറ്റ് ചെയ്തെടുക്കണം. ഇല്ലെങ്കിൽ നമുക്ക് വിചാരിച്ചതുപോലെ ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റില്ല, ലെവൽ ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പാത്രമൊക്കെ ഇതുപോലെ നെയ്യ് പുരട്ടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ അതങ്ങ് ചെയ്തു വെക്കാൻ മറക്കരുത്. എന്നിട്ട് ചൂടോടുകൂടി തന്നെ നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കണം. എന്നിട്ട് വേണം ലെവൽ ചെയ്തെടുക്കാനായിട്ട്. ഇതിപ്പോൾ പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി പോകും. നമുക്ക് വിചാരിച്ചതുപോലെ ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് പാത്രം ഇതുപോലെ ആദ്യം തന്നെ നെയ്യൊക്കെ പുരട്ടി വെക്കണമെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വലിയൊരു സ്റ്റീൽ പ്ലേറ്റ് ഉണ്ടെങ്കിൽ മുഴുവനായിട്ടും അതിലോട്ടിട്ടിട്ട് സെറ്റ് ചെയ്തെടുത്താൽ മതി. അങ്ങനെ ആകുമ്പോൾ ചൂടൊക്കെ പോയി കഴിയുമ്പം നമുക്ക് നന്നായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിപ്പോൾ ഞാൻ 2 ബൗളിലായിട്ടാണ് ചെയ്യുന്നത്. ഇതുപോലെ ഒരു ചെറിയ പ്ലേറ്റിലും പിന്നെ ഒരു ബൗളിലാണ് ഞാനിത് സെറ്റ് ചെയ്തെടുക്കുന്നത്. ഇത് കണ്ടല്ലോ, സ്പൂണിൻ്റെ പുറകുവശത്ത് അല്പം നെയ്യോ ഓയിലോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ശേഷം വേണം ഇങ്ങനെ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് സ്പൂണിൽ ഒട്ടിപ്പിടിക്കാതെ നല്ല ഈസി ആയിട്ട് ഇങ്ങനെ ലെവൽ ചെയ്തെടുക്കാൻ പറ്റും. ഇത് കണ്ടല്ലോ, വളരെ എളുപ്പത്തിൽ ഇതുപോലെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതായിരിക്കും. ഞാൻ ഈ ഒരു പ്ലേറ്റിലല്ലാതെ ഒരു ബൗളിലും കൂടി ഇത് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വലിയൊരു സ്റ്റീൽ പ്ലേറ്റ് ഉണ്ടെങ്കിൽ അതിലോട്ട് എല്ലാം കൂടി ഇട്ടിട്ട് ഇങ്ങനെ ലെവൽ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് കണ്ടല്ലോ, ഈ ഒരു ബൗളിലും കൂടി ഞാനിങ്ങനെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇത് രണ്ടും നമുക്ക് ചൂട് പോകാനായിട്ട് മാറ്റി വെക്കണം. ഏകദേശം ഒരു 2-3 മണിക്കൂർ നേരത്തേക്ക് നമുക്കിത് ചൂട് പോകാനായിട്ട് മാറ്റി വെക്കാം. അതല്ല, ഫാനിൻ്റെ താഴെയൊക്കെ വെക്കുകയാണെങ്കിൽ 1-2 മണിക്കൂറിനുള്ളിൽ തന്നെ ചൂടൊക്കെ പോയി കിട്ടുന്നതായിരിക്കും. നല്ല സ്മെല്ലുണ്ട് ഇവിടെ മൊത്തം. ഇപ്പോൾ ഈ ചെറുപയർ പരിപ്പിൻ്റെ ഒരു മണവും ഒക്കെ ആയിട്ട് നല്ല സ്മെല്ലാണ്. അപ്പം നമുക്കിതിവിടെ ചൂട് പോകാനായിട്ട് മാറ്റി വെക്കാം. അങ്ങനെ ഇതിപ്പോൾ ഇവിടെ 2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നല്ലതുപോലെ തന്നെ ചൂടൊക്കെ മാറി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് വളരെ എളുപ്പത്തിൽ തന്നെ ഈ പാത്രത്തിൽ നിന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാൻ പറ്റും. ഒരു സ്പൂണോ അല്ലെങ്കിൽ ഒരു നൈഫോ വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ നമുക്കിതിങ്ങനെ ഇതിൽ നിന്ന് ഇളക്കിയെടുക്കാൻ പറ്റും. കാരണം നമ്മളിതിൽ നെയ്യൊക്കെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ഇളക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിതൊരു പ്ലേറ്റിലോട്ട് മാറ്റട്ടെ. ഇതിങ്ങനെ പെട്ടെന്ന് തന്നെ ഇളകി കിട്ടുന്നതായിരിക്കും. കണ്ടല്ലോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. അതേപോലെ തന്നെ ഈ ബൗളിലുള്ളതും ഒരു പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട്. 1 കപ്പ് ചെറുപയർ പരിപ്പ് വെച്ചിട്ടാണ് നമ്മളിത് തയ്യാറാക്കിയിരിക്കുന്നത്. ഇത് തയ്യാറാക്കാനായിട്ട് നമുക്ക് തേങ്ങാപ്പാലോ പശുവിൻ പാലോ ഒന്നും വേണ്ടി വന്നിട്ടില്ല. അല്ലാതെ തന്നെ നല്ല ടേസ്റ്റാണ്. സാധാരണ ഇതുപോലത്തെ ഹൽവയൊക്കെ ഉണ്ടാക്കുമ്പോൾ തേങ്ങാപ്പാലോ പശുവിൻ പാലോ ഒക്കെ ആവശ്യമായിട്ട് വരും. എന്നാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അല്ലാതെ തന്നെ നല്ല ടെക്സ്ചറിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇത് കണ്ടല്ലോ, നമുക്കിങ്ങനെ നന്നായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാനും പറ്റും. ഈ നൈഫിൽ കുറച്ച് നെയ്യ് പുരട്ടി കൊടുക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല. വളരെ എളുപ്പത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് കണ്ടല്ലോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ള പലഹാരമാണ്. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസായിട്ട് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വാച്ച് ചെയ്യുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.